പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ തല്ലിക്കൊന്നു. കാരണം ഇതൊരു ആൾക്കൂട്ട വിചാരണയാണ്. സിദ്ധാർത്ഥിന്റെ പേരൻസ് തിരുവനന്തപുരംകാരാണ്. അവിടുത്തെ എസ് എഫ് ഐ യൂണിയനാണ് അവിടെ ഭരിക്കുന്നത്. ഇയാൾ ആ യൂണിയനിൽ അംഗമായില്ല. ഇയാൾ നോട്ടപ്പുള്ളിയായി. ഇയാളെ 2-3 ദിവസമായി യൂണിയൻ ഭാരവാഹികൾ മർദ്ദിക്കുകയും ചവിട്ടുകയും ഇയാളെ ആ വെറ്ററിനറി കോളേജിന് മുൻപിലിട്ട് ഓപ്പണായിട്ട് മറ്റു വിദ്യാർത്ഥികൾ കാണത്തക്ക രീതിയിൽ നഗ്നനായിട്ട് മർദ്ദിക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. തലയ്ക്കും കാലിനും കൈക്കും ദേഹത്തുമൊക്കെ പരിക്കും അതിക്രൂരമായി മർദ്ദിച്ചു. അവസാനം അദ്ദേഹം 2-3 ദിവസത്തെ മർദ്ദനം സഹിക്കവയ്യാതെ അവിടെ തൂങ്ങി നിൽക്കുന്നതായി, ബാത്റൂമിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടു എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. അത് തൂക്കിയതാണ്. ഇതൊരു മർഡറാണ്. ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ്. അത് തടയാൻ അവിടുത്തെ ആ വെറ്ററിനറി കോളേജിലെ പ്രിൻസിപ്പളും അവിടുത്തെ ഡീനും അവിടുത്തെ യൂണിയൻ ഭാരവാഹികളും അവരും അബെറ്ററായിട്ട് വരും. അവർ കണ്ടുകൊണ്ടിരുന്നു. അവർക്ക് അവിടെ എന്താണ് പണി? കുട്ടികളെ യഥേഷ്ടം എല്ലാ കോളേജുകളിലും കേരളത്തിൽ ഇങ്ങനെ വിഹരിക്കുകയാണ്. യൂണിയന്റെ കെയർ ഓഫിൽ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ കോളേജുകളും സ്കൂളുകളും ഇന്ന് അധപ്പതിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ പല കോളേജുകളിലും പല വിദ്യാർത്ഥികളും ഇപ്പം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പ് പല സ്ഥലത്തും നമുക്കറിയാം. പല കോളേജിലും ഇതുപോലെയുള്ള അടിപിടി, കുത്ത്, വെട്ട് ഇതൊക്കെയാണ് നടക്കുന്നത്. ഇവരാരും പഠിക്കാൻ വരുന്നവരല്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഭൂരിപക്ഷവും കേരളം വിട്ടു പോവുകയാണ്. കേരളത്തിലെ കോളേജുകളിലെ യൂണിയന്റെ അതിർപ്രസരം കാരണം സമാധാനപരമായിട്ട് ഒരു കുട്ടിക്കും പഠിക്കില്ല. അവിടെ ചെന്നാൽ കൊടി പിടിക്കണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ യൂണിയനിൽ അംഗമാകണം. അതുകൊണ്ട് ഇത് നിരോധിക്കേണ്ട സംഘടനയാണ്. കേരളത്തിലെ കോളേജുകളിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ വിദ്യാർത്ഥി യൂണിയനുകൾ പ്രോഹിബിറ്റ് ചെയ്യണം. അതിന് ഗവൺമെന്റ് തയ്യാറാകണം. അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32-ന്റെ 142 വയലേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കേരള ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടണം. കുട്ടികൾ കൊല്ലപ്പെടുകയാണ്, അതിക്രൂരമായി കൊല്ലപ്പെടുകയാണ്. ഇത് ഒരു ആൾക്കൂട്ട വിചാരണയായിരുന്നു. അതൊരു മർഡർ കേസാണ്. ഇത് റാഗിങ് അല്ല, ഇത് മർഡറാണ്, ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. കാരണം 307-ഉം 302-ഉം IPC പ്രകാരമുള്ള കേസുകൾ, ഒഫൻസുകളാണ് അവിടെ നടന്നത്. അത് ഓപ്പണായിട്ട് നടക്കുകയാണ്. അത് തടയാൻ അവിടുത്തെ യൂണിയൻ അല്ലെങ്കിൽ ആ വെറ്ററിനറി കോളേജിലെ പ്രിൻസിപ്പളിനോ അവിടുത്തെ ഡീനുകൾക്കോ അതുപോലെ അവിടുത്തെ സാറുമാർക്കോ അവിടുത്തെ വിദ്യാർത്ഥി സംഘടന അവിടുത്തെ സാറുമാരുടെ സംഘടനകൾക്കോ അതുപോലെ തന്നെ അവിടുത്തെ കോളേജ് സ്റ്റാഫ് സംഘടനകൾക്കോ കഴിഞ്ഞില്ല. ഒരാളെ മൃഗീയമായി തല്ലിക്കൊല്ലുന്നത് കണ്ടുനിന്നവര് അവരും അത് അബറ്റേഴ്സിന്റെ പരിഗണനയിൽ തന്നെ വരും. അപ്പോൾ 6ഓളം വിദ്യാർത്ഥികളെ ഇപ്പം അവിടെ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി 12ഓളം യൂണിയൻ ഭാരവാഹി ഉൾപ്പെടെ 12 പേരോളം പേരുകൾ ഒളിവിലാണ്. ഈ കുട്ടി തിരുവനന്തപുരത്തുള്ള സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കള് അവർക്കറിയാം ഇവനെ അവിടുത്തെ SFI യൂണിയനിൽ ചേരാൻ ഇവൻ വിസമ്മതിച്ചതാണ് കാരണമെന്നും ഇപ്പം മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 142 ഭരണഘടന അനുസരിച്ച് ഉള്ളത് കൊണ്ട് ഹൈക്കോടതി അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടണം. ഒരു കമ്മീഷനെ വെക്കണം. കേരളത്തിൽ ഈ വയലൻസ് നടന്ന പല കോളേജുകളുണ്ട്. അവിടെ എല്ലാം എറണാകുളം മഹാരാജാസ് നമ്മൾ കണ്ടു. കോഴിക്കോട് സർവകലാശാലയുടെ അവിടെ വിദ്യാർത്ഥികളെ ഗവർണറെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ വയലൻസ് ഉണ്ടായി. പല സ്ഥലങ്ങളിലും യൂണിയന്റെയും രാഷ്ട്രീയ അതിപ്രസരം കാരണം വയലൻസ് നടക്കുകയാണ്. വളരെയധികം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാനസികവും ശാരീരികമായി അവർ പലരും അവശരാണ്. പെൺകുട്ടികളെ വളരെയധികം ഇവര് ഉപദ്രവിക്കുന്നതായിട്ട് പല വാർത്തകളും വരുന്നുണ്ട്. എല്ലാ കോളേജുകളിലും അവർക്ക് ഭീഷണിയുണ്ട്. സ്വതന്ത്രമായി ചിന്തിക്കാനായിട്ട് ക്യാമ്പസുകളിലുള്ള കുട്ടികൾക്ക് കഴിയുന്നില്ല. ക്യാമ്പസിന്റെ ഇതുപോലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ കേരള ഹൈക്കോടതി അടിയന്തരമായി ഇതിനകത്ത് ഇടപെടണം. ഒരു കമ്മീഷനെ വെക്കണം. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ വയലൻസ് നടന്ന എല്ലാ കോളേജുകളിലും, എല്ലാ ക്യാമ്പസുകളിലും, എല്ലാ യൂണിവേഴ്സിറ്റികളിലും കമ്മീഷൻ വരണം. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. കേരളത്തിലെ യൂണിയൻ പ്രവർത്തനം, ക്യാമ്പസുകളിലെ പരിച്ഛേദം അത് നിരോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. SFI യൂണിറ്റ് സെക്രട്ടറി പൂക്കോട് വെറ്ററിനറി കോളേജിലെ അമൽ ഇസ്ഹാൻ, അയാള് അതുപോലെ തന്നെ അരുൺ, അവിടുത്തെ കോളേജ് യൂണിയൻ പ്രസിഡന്റ്, യൂണിയന്റെ അംഗമായ ആസിഫ് ഖാൻ, ഇവരിങ്ങനെയുള്ള കേസുകൾ തടയാൻ ബാധ്യസ്ഥരായ അവർ തന്നെയാണ് ഇതിന് മുന്നിൽ നിന്ന്
ഇയാളെ തല്ലിക്കൊല്ലാനായിട്ട് അവർ തല്ലിക്കാൻ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് അവരും അവരുടെ കൂടെയുള്ള 9 പേരും 12 പേരും ഒളിവിലാണ്. ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? അവരുടെ മാതാപിതാക്കളെ, ആ കുട്ടികളെ ഇതുപോലെ ക്രിമിനലായി ഇവിടെ പ്രവർത്തിക്കാൻ പ്രേരണ നൽകിയതിന് അവരെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഇപ്പം തന്നെ 6 പേരിൽ ഒരാള് രാമക്കൽമേട്ടിലുള്ള ആളാണ്. ഇടുക്കി രാമക്കൽമേട്ടിലെ അയാളാണ് ഇതിന് അയാളാണ് ഈ കേസിന്റെ 1ാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അയാള് അഭിഷേക് എന്ന 23-കാരനാണ്. പിന്നെ ട്രിവാൻഡ്രംകാരായ രഹാൻ ബിനോയ് 22 വയസ്സ്, SD ആകാശ് 22 വയസ്സ്, RD തിഹാരി ശ്രീഹരി 21 വയസ്സ്. ഇവരാണ് ആ കേസിലെ 3ഉം 4ഉം പ്രതികളായിട്ട് വരുന്നത്. 5ഉം 6 തൊഴിലുറക്കാരനായ ഡോൺസ് ഡായി, 6ാം പ്രതി വയനാട് ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷുവ. ബിൽഗേറ്റിന്റെ ഒക്കെ പേര് അനാവശ്യമായി കൊച്ചുങ്ങളുടെ പേര് ഇട്ടതും അവരെയൊക്കെ പക്ക ക്രിമിനലായി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളും ഇതിനൊരു ഒരു 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 കാരണഭൂതരാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ കോളേജ് ക്യാമ്പസുകളിൽ നിന്നും രാഷ്ട്രീയം പരിച്ഛേദം നിരോധിക്കണം. അതിനുള്ള നടപടി ഹൈക്കോടതി നേരിട്ട് നടക്കണം. വർഷങ്ങളായിട്ട് ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. അവിടെ മറ്റൊരാൾക്കും കയറാൻ കഴിയില്ല. അതിശക്തമായ യൂണിയൻ പ്രവർത്തനമാണ്, രാഷ്ട്രീയ പ്രവർത്തന കോളേജിൽ നടക്കുന്നത്. കേരളത്തിലെ കുട്ടികളെല്ലാം കേരളത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അന്യ സംസ്ഥാനത്തും അതുപോലെ തന്നെ വിദേശത്തേക്കും കടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏകദേശം ഒരു 30-40% കുട്ടികളുടെ സീറ്റുകൾ പല കോളേജിലും വേക്കൻ്റ് ആയി കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പരിച്ഛേദം കോളേജിൽ നിന്ന് എല്ലാവരും വിട്ടുപോകും. അതുകൊണ്ട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നതിനെയാണ് എൻ്റെ അഭ്യർത്ഥന.